ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇത്രത്തോളം യഹോവ സഹായിച്ചു, ഇത്രത്തോളം ദൈവം നമ്മെ നടത്തി. നമ്മുടെ പ്രാണനെ മരണത്തിൽ നിന്നും, കണ്ണിനെ കണ്ണുനീരിൽ നിന്നും, കാലുകളെ വീഴ്ചയിൽ നിന്നും കാത്തു പരിപാലിച്ച് ഒരു പുതിയ വർഷത്തിലേക്ക് പ്രവേശിക്കുവാൻ തക്കവണ്ണം വലിയവനായ ദൈവം നമുക്ക് നൽകി തന്ന അവസരത്തിനായി നന്ദിയും സ്തോത്രവും അർപ്പിക്കാം. വീണ്ടും ഒരു പ്രാവശ്യം കൂടെ സെലസ്റ്റിയൽ കുടുംബാംഗങ്ങളോടൊപ്പം ദൈവവചനം പങ്കിടുവാൻ ലഭിച്ച അവസരത്തിനായി നന്ദി പറയുന്നു. ഇന്ന് സഭയായി എക്യുമെനിക്കൽ ഞായറായി ആചരിക്കുന്നു. ഇന്നത്തേക്ക് നിശ്ചയിച്ചിരിക്കുന്ന ചിന്താവിഷയം ക്രിസ്തുവിൽ ഒന്നായിരിക്കേണ്ട സഭ എന്നുള്ളതാണ്. ദൈവാന്വേഷണത്തിൻ്റെ സംഘയാത്രയിൽ പ്രാപ്യമാകുന്ന ദൈവസഭ, അന്യോന്യ ക്ഷമയുടെ ഏക ശരീരത്തിൽ വസിക്കുന്ന ക്രിസ്തുഭാവം, ഭിന്നതകൾ പൊറുക്കാൻ പ്രചോദനമാകുന്ന ക്രൂശിൻ്റെ വചനം. ഇതിന് ആധാരമായി ഇന്നത്തെ ഏവൻഗേലിയോനായിട്ട് വായിക്കേണ്ട ഭാഗം വിശുദ്ധ യോഹന്നാൻ എഴുതിയ സുവിശേഷം 17-ാം അധ്യായം 13 മുതൽ 23 വരെയുള്ള വാക്യങ്ങൾ ആണല്ലോ. അതിൽ കുറിവാക്യമായി 23-ാം വാക്യം വായിക്കാം. നീ എന്നെ അയച്ചിരിക്കുന്നുവെന്നും നീ എന്നെ സ്നേഹിക്കുന്നത് പോലെ അവരെയും സ്നേഹിക്കുന്നുവെന്നും ലോകം അറിയുവാൻ നാം ഒന്നായിരിക്കുന്നത് പോലെ അവരും ഒന്നാകേണ്ടതിനും ഞാൻ അവരിലും നീ എന്നിലുമായി അവർ ഐക്യത്തിൽ തികഞ്ഞവരായിരിക്കേണ്ടതിനും തന്നെ. സ്വയ കേന്ദ്രീകൃത ജീവിതത്തിൽ നിന്നും ദൈവത്തിൻ്റെയും സമൂഹത്തിൻ്റെയും കേന്ദ്രീകൃതമായ ജീവിതം നയിപ്പാൻ വിളിച്ച് വേർതിരിക്കപ്പെട്ടവരുടെ ഒരു കൂട്ടമാണ് സഭ, അല്ലെങ്കിൽ ശിഷ്യഗണം. ദൈവഹിതത്തിന് വിധേയപ്പെട്ടവരാണ് ഓരോ സഭാ അംഗങ്ങളും. ദൈവഹിതത്തിന് വിധേയപ്പെടണമെങ്കിൽ അവിടെ ഐക്യത ഉണ്ടാകണം. തൻ്റെ ശിഷ്യഗണങ്ങളെ മുന്നിൽ കണ്ടുകൊണ്ടുള്ള യേശുവിൻ്റെ മഹാപുരോഹിത പ്രാർത്ഥനയാണ് നമ്മുടെ വേദഭാഗത്തെ നമുക്ക് കാണുവാൻ സാധിക്കുന്നത്. അവർ ഒന്നാകേണ്ടതിന് എന്ന യേശുവിൻ്റെ വചനങ്ങൾ എക്യൂമെനിസത്തിൻ്റെ അടിസ്ഥാന മുദ്രാവാക്യം തന്നെയാണ്. ഭിന്നത ദൈവഹിതത്തിന് വിരുദ്ധമാകയാൽ അത് പാപമാണെന്നാണ് ഈ പ്രാർത്ഥനയിൽ കൂടി നമുക്ക് വ്യക്തമാക്കി തരുന്നത്. മനുഷ്യർക്കിടയിൽ നിലനിൽക്കുന്ന എല്ലാ ഭിന്നതയും ദൈവത്തിൽ നിന്നുള്ള അകൽച്ചയുടെ ഫലമായി ഉണ്ടായതാണ്. അകന്നുപോയ സൃഷ്ടിയെ ക്രിസ്തുവിലൂടെ അന്യോന്യം സംയോജിപ്പിക്കുക എന്നതാണ് സഭയുടെ ദൗത്യം. ആദിമസഭയിലെ ഐക്യതയും സ്നേഹവുമായിരുന്നു വിജാതീയരായ ആൾക്കാർ സഭയിലേക്ക് ആകർഷിക്കപ്പെട്ടത്. അന്നത്തെ വിശ്വാസികൾ സാക്ഷ്യമുള്ളവർ ആയിരുന്നു. ഈ ക്രിസ്ത്യാനികൾക്ക് അന്യോന്യമുള്ള സ്നേഹം കണ്ടോ എന്നാണ് പുറത്തുള്ളവർ അത്ഭുതത്തോടെ അന്ന് പറഞ്ഞിരുന്നത്. ഇന്ന് ക്രിസ്ത്യാനികളെന്ന് അഭിമാനിക്കുന്ന നമ്മളെ നോക്കി ആർക്കെങ്കിലും അങ്ങനെ പറയുവാൻ സാധിക്കുന്നുണ്ടോ എന്ന് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. നാം ഒന്നായിരിക്കുന്നത് പോലെ ശിഷ്യഗണങ്ങൾ ഒന്നായി തീരണമെന്നാണ് യേശു ഇവിടെ പ്രാർത്ഥിക്കുന്നത്. സ്വാർത്ഥതയെയും മുൻവിധികളെയും ലൗകിക താല്പര്യങ്ങളെയും വിട്ടുകളഞ്ഞ് ദൈവഹിതത്തിൽ നിലകൊള്ളുവാനാണ് നമ്മുടെ കർത്താവ് ആഗ്രഹിക്കുന്നത്. ക്രിസ്തുവിലൂടെ മാനവരാശിയുടെയും സമസൃഷ്ടിയുടെയും വീണ്ടെടുപ്പും ഐക്യതയുമാണ് എക്യൂമെനിസത്തിലൂടെ ലക്ഷ്യം. ആ ലക്ഷ്യം നേടണമെങ്കിൽ നാം ലോകത്തിന് പ്രയോജനമുള്ളവരായി തീരണം. അതിനാലാണ് കർത്താവ് നമ്മോട് ആവശ്യപ്പെടുന്നത്, നിങ്ങൾ ലോകത്തിൻ്റെ വെളിച്ചമാകുക എന്ന്. മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 14 മുതലുള്ള വാക്യങ്ങളിൽ ഇത് കാണുവാൻ സാധിക്കും. നമുക്ക് എപ്രകാരം ഒരു പ്രകാശമായി തീരാം, എങ്ങനെ പ്രകാശിക്കാം? ലോകത്തിൻ്റെ വെളിച്ചമായ യേശുക്രിസ്തു ആകുന്ന പ്രകാശ സ്രോതസ്സുമായി നമുക്ക് ബന്ധപ്പെടാം. യേശുവുമായി ബന്ധപ്പെടാതെ നമുക്ക് പ്രകാശിപ്പാൻ കഴിയുകയില്ല. യേശുവാകുന്ന സ്രോതസ്സുമായുള്ള ബന്ധം വിട്ടുപോകാതെ നാം ഓരോരുത്തരും സൂക്ഷിക്കുക. യേശുവുമായുള്ള ബന്ധം അറ്റുപോയാൽ പ്രകാശം എന്നേക്കുമായി നിലച്ചുപോകും. നിരന്തരമായ പ്രാർത്ഥനയും വചനധ്യാനവും ആധ്യാത്മിക പ്രവർത്തനവും പങ്കുചേരലും ഐക്യതയും ഉണ്ടെങ്കിൽ മാത്രമേ ആ പ്രകാശം നമ്മിൽ ഉണ്ടാവുകയുള്ളൂ.
നമ്മിൽ പ്രകാശം ഉണ്ടാകണമെങ്കിൽ നമ്മിലുള്ള കരിന്തിരികൾ നാം ഓരോരുത്തരും എടുത്തു കളയണം. ഉദാഹരണമായി, ഒരു മണ്ണെണ്ണ വിളക്ക് കുറേ നേരം കത്തിക്കൊണ്ടിരിക്കുമ്പോൾ കരിന്തിരിയുടെ മുകളിൽ ചെറിയ ചെറിയ ഗോളങ്ങൾ രൂപപ്പെടുന്നത് നമുക്ക് കാണാൻ സാധിക്കും. അത് തട്ടിക്കളഞ്ഞില്ലെങ്കിൽ പ്രകാശം ശരിയായ രീതിയിൽ പുറത്തേക്ക് വരികയില്ല. നമ്മളിലും ഇതുപോലെയുള്ള കരിന്തിരികൾ ഉണ്ടാകാറുണ്ട്. അത് എടുത്ത് കളഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നല്ല വെളിച്ചമായി മാറുവാൻ നമുക്ക് സാധിക്കും. വെളിച്ചമായി മാറിയാൽ മാത്രം പോരാ, അത് മറ്റുള്ളവർക്ക് പ്രയോജനമുള്ള പ്രകാശമായി തീരണമെന്ന് കർത്താവ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നു. എങ്ങനെ പ്രകാശിക്കാം എന്ന് നമുക്ക് നോക്കാം. ത്യാഗപൂർണമായ സ്നേഹത്തോടെ പ്രകാശിക്കാം. സ്ഥിരമായ എരിച്ചിലിൽ നിന്നും പുറത്തു വരുന്നതാണ് വെളിച്ചം. ആ എരിച്ചിൽ ഉദാത്തമായ സ്നേഹത്തിൽ നിന്നും ഉത്ഭവിക്കുന്നതാണ്. അതേ ത്യാഗപൂർണമാണ് എന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. രണ്ടാമതായി, ഉയരത്തിൽ നിന്നുകൊണ്ട് പ്രകാശിക്കാം. നമ്മുടെ വെളിച്ചം നമ്മുടെ ചുറ്റുപാടിൽ ഒതുക്കി നിർത്തരുത്. ഒരു ലൈറ്റ് ഹൗസ് പോലെ കഴിയുന്നത്ര എല്ലായിടങ്ങളിലും എത്തത്തക്ക വിധം പ്രകാശമായി തീരണം. മൂന്നാമതായി, നമ്മിലെ പ്രകാശം ദൈവത്തിന് മഹത്വം നൽകാനായി പ്രകാശിക്കുക. നമ്മിലെ വെളിച്ചം മറ്റുള്ളവരിലേക്ക് പകരുമ്പോൾ ആ വെളിച്ചം ഏറ്റുവാങ്ങുന്നവരും സ്വർഗസ്ഥനായ പിതാവിനെ മഹത്വപ്പെടുത്തുന്നവരായിട്ട് തീരുന്നു. അങ്ങനെ നമ്മിലെ വെളിച്ചം കൊണ്ട് നമ്മുടെ സമൂഹത്തിനും ഇടവകയ്ക്കും ലോകത്തിനും സ്നേഹത്തിലും ഐക്യതയിലും കഴിയുന്ന ഒരു പ്രകാശകിരണമായി തീരുവാൻ ഈ പുതുവർഷം ഇടയാക്കട്ടെ. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ.